Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. വായിച്ചു നോക്കിയോ പേഴ്സണൽ പോളിസി? ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ടേംസ് മനസ്സിലാവാത്തത് വരുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് എഴുതിയെടുത്താൽ മതി. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പഠിക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് essential characteristics of a sound personal policy, personal policies characteristics. പേഴ്സണൽ പോളിസിക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, താഴെ കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകളായിട്ട് വരുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് ഏർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, മാത്രമല്ല പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഈ പേഴ്സണൽ പോളിസി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസി ഉണ്ടാക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ എ റിട്ടൺ ഫോം. അതായത് ഇതൊരു റിട്ടൺ ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കണം. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് കാര്യമില്ല, അതൊരു റെക്കോർഡിക്കലി അതൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ അത് എന്താ പറയാ ഒരു റിട്ടൺ ഫോമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എഴുതി വെക്കേണ്ട ഒന്നാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജസ് ഓൾസോ. ഇത് ലോക്കൽ ലാംഗ്വേജിൽ ആയിരിക്കണം എഴുതേണ്ടത്. ഒഫീഷ്യൽ ലാംഗ്വേജിൽ എഴുതാം, അത് കൂടാതെ മദർ ടങ് അല്ലെ, നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കുക. അല്ലെ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മലയാളം ആയിരിക്കും ഉപയോഗിക്കുക. ഓരോ ഹോസ്പിറ്റലുകളിലും പേഴ്സണൽ പോളിസീസ് ഉണ്ടെങ്കിൽ ആ പോളിസീസ് ഒക്കെ മലയാളത്തിലും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാകും, എഴുതി വെച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒഫീഷ്യൽ ലാംഗ്വേജ് അറിയണം എന്നില്ലല്ലോ, സാധാ മദർ ടങ് അറിയുന്ന ആളുകളും ഉണ്ടാവും നമ്മുടെ ഇടയിൽ. അപ്പോ അത്തരത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ ലാംഗ്വേജിൽ എഴുതി വെക്കണം എന്ന് പറയുന്നത്. Then it should be generally known to all those who are interested. ഒരു സ്ഥാപനത്തില് താല്പര്യമുള്ള വ്യക്തികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഈ പേഴ്സണൽ പോളിസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. എന്താണ് പേഴ്സണൽ പോളിസി, അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടാവും ഇത് അറിയാൻ വേണ്ടിയിട്ട്. അവർക്ക് മാത്രമല്ല, ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിവുണ്ടായിരിക്കണം. Then it should be written in order to preserve it against loss. അതുപോലെ തന്നെ നഷ്ടം വരാത്ത രീതിയിലുള്ള തൊഴിൽ നയങ്ങളായിരിക്കണം ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. പോളിസീസ് എന്ന് പറയുമ്പോൾ അത് ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് ലോസ് സംഭവിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാത്ത രീതിയിലായിരിക്കണം എഴുതി വെക്കേണ്ടത്. ഓക്കെ, then it must be reasonably stable but not rigid. അതായത് ഇത് സ്റ്റേബിൾ ആണ് പക്ഷെ റിജിഡ് അല്ല. ഇതെന്താണ്, സ്റ്റേബിൾ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതൊരിക്കലും റിജിഡ് എന്ന് പറഞ്ഞാൽ കർക്കശം, അതായത് കർശനമല്ല എന്ന് പറയില്ലേ നമ്മള്, അങ്ങനെ ഇതിനെ പറയാം. ഇതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്, എന്നിരുന്നാൽ കൂടി ഇത് റിജിഡ് അല്ല, കർശനമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളിൽ പെടുന്ന ഒന്നല്ല. Then it should be the result of the careful analysis of all available facts. അതുപോലെ തന്നെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുള്ള പോളിസിയാണിത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ ഇതിനെ പരിശോധിക്കുന്നു. Then ലാസ്റ്റ് പോയിന്റ്,
അടുത്ത പോയിന്റ് ആണ് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഇത് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംവിധാനത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതിനൊരു അതായത് ഒരു സെപ്പറേഷൻ കൊടുക്കുന്നില്ല. അതായത് കുറച്ചു പേർക്ക് ഇന്ന നിയമങ്ങളോ കുറച്ചു പേർക്ക് വേറെ നിയമങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then last point, it must provide a two-way communication system between the management and the employees. അതുപോലെ തന്നെ ഇതൊരു two-way communication ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് two-way communication ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, അതായത് അവിടെയുള്ള മാനേജ്മെന്റിനായാലും എംപ്ലോയീസിനായാലും അവർക്ക് തമ്മിൽ ആശയവിനിമയം നടത്താനുള്ളൊരു ഉപാധിയായിട്ട് എന്ത് മാറുന്നുണ്ട്, ഒരു വേ ആയിട്ട് ഈ ഒരു പേഴ്സണൽ പോളിസി മാറുന്നുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷന് കൂടുതൽ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഇത് ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്, പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസി, റിട്ടൺ ഫോമിലായിരിക്കണം, ദെൻ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കണം, താല്പര്യമുള്ള വ്യക്തികൾ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഈ പേഴ്സണൽ പോളിസിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം, സ്ഥാപനത്തിന് നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ എംപ്ലോയീസിന് നഷ്ടം വരാത്ത രീതിയിലായിരിക്കണം ഇതിൽ തൊഴിൽ നയങ്ങള് രൂപീകരിച്ചിട്ടുള്ളത്. ഇത് സ്റ്റേബിൾ ആയിരിക്കണം, റിജിഡ് ആയിരിക്കരുത്. ദെൻ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുള്ള ഒരു പോളിസി ആയിരിക്കണം ഇത്. വളരെ സൂക്ഷ്മമായിട്ട് ഇതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. ദെൻ ഇതൊരു ഏകീകൃത സംവിധാനമാണ്, ഒരു യൂണിഫോം ആണ് അല്ലെ. ഇറ്റ് ഷുഡ് ബി ദ യൂണിഫോം ത്രൂ ദ ഓർഗനൈസേഷൻ. ദെൻ ഇത് two-way കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നു മാനേജ്മെന്റിനും എംപ്ലോയീസിനും ഇടയ്ക്ക്. ക്ലിയർ ആണോ? The next one organizational structure ആണ് കേട്ടോ. ടാസ്ക് അലോക്കേഷൻ പറഞ്ഞുതരാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. An organizational structure explain how activities like task allocation, coordination and supervision are directed toward the achievement of organizational aims. ഒരു സ്ഥാപനത്തിന് ഓർഗനൈസേഷണൽ എയിംസ് ഉണ്ടാവും അല്ലെ. എല്ലാ സ്ഥാപനങ്ങൾക്കും നിശ്ചിത ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, ടാസ്ക് അലോക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നതും കോർഡിനേഷൻ കൊടുക്കുന്നതും ഈ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉത്തരവാദിത്വമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള എയിംസ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് പല ജോലികൾ അസ്യൂം ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അസ്യൂം ചെയ്ത് കൊടുക്കുന്നത്? ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി. പെട്ടെന്ന് തന്നെ ആ സ്ഥാപനം എന്താ പറയാ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ടാസ്ക് അലോക്കേഷൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ എംപ്ലോയീസിന് ഇത് കൊടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ മേലിൽ കോർഡിനേഷൻ ഉണ്ടാകുന്നു, സൂപ്പർവിഷൻ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ടാസ്ക് അലോക്കേഷനിലൂടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിശ്ചിത ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ പ്രാപ്തനാക്കുന്നു. അതിനു വേണ്ടിയിട്ട് അത് കോർഡിനേറ്റ് ചെയ്യുകയും സൂപ്പർവിഷൻ ചെയ്യുകയും ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ക്ലിയർ ആണോ? അടുത്തത് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒന്നും കൂടി പറയണോ? അതായത് ഒരു ഓർഗനൈസേഷന് നിശ്ചിത ലക്ഷ്യങ്ങൾ ഉണ്ടാകും. എല്ലാ ഹോസ്പിറ്റലിനും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നുണ്ട്, ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നുണ്ട്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് HR ആണ്. അതിന്റെ ഓർഗനൈസേഷൻ നടത്തുന്നത്, അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നത്, കോർഡിനേഷൻ നൽകുന്നതൊക്കെ HR ആണ്. ഇത്തരത്തിൽ അങ്ങനെയുള്ള രീതികളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ടാസ്ക് അലോക്കേറ്റ് ചെയ്യാന്ന് മാത്രം അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ടാസ്ക് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് എയിംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
Okay. The concepts of organization structure. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡിവിജ്വൽസിന് ടാസ്ക് അസൈൻ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾസ് ഉണ്ടാകും. ചിലപ്പോ ആ ഒരു സ്ഥാപനത്തിന്റെ ഗോൾസ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കുക, ഈ പേഷ്യന്റ് കെയർ നല്ലതായിട്ട് ഇതാവുക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അങ്ങനെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാവുക, അങ്ങനെ പല പല ടാസ്കുകളും ഉണ്ടാവും അല്ലെ. ആ ഒരു എന്താ പറയാ ലൊക്കാലിറ്റിയിൽ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ട് മാറുക, ഇങ്ങനെയുള്ള പല എയിംസും ഉണ്ടാകും. അപ്പൊ എയിംസ് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിന് ടാസ്ക് അസൈൻ ചെയ്തു കൊടുക്കുന്നു. അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്തിന്റെ ബേസിലാണ്? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന്റെ ബേസിലാണ്. അതായത് ഓരോ എംപ്ലോയീസിനുമുള്ള സ്കിൽസ്, അവരുടെ അവൈലബിലിറ്റി, അവരുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കുക, ടാസ്ക് കൊടുക്കുക, അസ്യൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇത്തരത്തില് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പെസിഫിക് ഗോൾസ് നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഞാൻ പറയുന്ന ഇൻഡിവിജ്വൽസിന് ടാസ്ക് അസ്യൂം ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് സ്കിൽസ് അനുസരിച്ച്, അവൈലബിലിറ്റി അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ദ റൈറ്റ് ടു ആക്ട്, to take decisions, to requisition resources, to give direction to others, to act and execute other tasks in order to fulfill job responsibilities. എന്താണ് നോക്കാം. അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ദ റൈറ്റ് ടു ആക്ട് അല്ലെ. എന്താണ്? ടു ടേക്ക് ഡിസിഷൻ, ടു റിക്വസിഷൻ റിസോഴ്സസ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് റെസ്പോൺസിബിലിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് റെസ്പോൺസിബിലിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനേജർ സബോർഡിനേറ്റിലേക്ക് എയിം ഫുൾഫിൽ ചെയ്യുന്നതിനായിട്ട് ജോബ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. മാനേജറായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവാം, അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരിലേക്ക് എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലികള് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, മനസ്സിലായോ? അടുത്തത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സൂപ്പർവൈസേഴ്സിനെ എത്ര എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര പേര് അവർക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സുപ്പീരിയേഴ്സിനെ എത്ര എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഹൗ മെനി പീപ്പിൾ അണ്ടർ എ സുപ്പീരിയർ, ആ ഒരു രീതിയാണ് എന്ത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. അതായത് ചിലപ്പോ ഒരു സുപ്പീരിയറിന്റെ കീഴിൽ ചിലപ്പോ ഒരു 10 ആളുകൾ പണിയെടുക്കുന്നുണ്ടാകും. അപ്പൊ എത്ര പേര് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര പേരാണ് അങ്ങനെ വരുന്നത്, ഇനി ഒരാളുടെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇത് പറയുന്നതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Under specialization, limited duties are performed regularly and repetitively. From the personal point of view, specialization makes the job routine easier and it turns the worker into an expert in his job. അതായത് നമ്മള്
ഒരാള്, അതായത് ജോലി എന്ന് പറയുന്നത് എംപ്ലോയീസിന് ചെറിയ ചെറിയ സ്മോളർ ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു വലിയ പാറക്കഷ്ണം കൊടുക്കുകയാണ്. ഓക്കെ, വലിയ പാറക്കഷ്ണം കൊടുത്തിട്ട് അയാളോട് പറയാണ് ഇത്ര സമയത്തിനുള്ളില് അത് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് പല ഭാഗങ്ങളാക്കി ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളാക്കി മാറ്റണം എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അയാൾക്ക് അതിനകത്ത് എന്താ പറയാ, അയാൾ സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ കൊടുക്കുമ്പോൾ അയാൾ വലിയത് കൊടുക്കുകയാണ്. വലിയത് കൊടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല. മറിച്ച് ചെറിയ പാറക്കഷ്ണങ്ങളായിട്ട് അയാൾക്ക് മുറിച്ചു കൊടുക്കുകയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? ഒരു വലിയ പാറക്കഷ്ണം കൊടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് അത് ജോലി ചെയ്യാനായിട്ട് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ കൊടുത്ത് ചെറിയ പാറക്കഷ്ണങ്ങൾ കൊടുത്തിട്ട് അത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ അത് ഈസിയാണ് കുറച്ചുകൂടി. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരാൾക്ക് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ, എംപ്ലോയീസിന് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ അത് സ്മോളർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ജോലി ഫിനിഷ് ചെയ്യാൻ പറ്റും. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഓരോ എംപ്ലോയീസിനും അവർക്കുള്ള സ്കില്ലുകൾ ഉണ്ട്. അവർ ഓരോ ഫീൽഡിലും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുള്ളൂ. ചെയ്യാനായിട്ട് അവരെ കണ്ടെത്തുക. അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും, പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും അല്ലെ? ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളിന് നമ്മൾ പ്ലംബിംഗ് വർക്ക് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അയാൾക്ക് അത് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ? കാരണം അയാൾ എക്സ്പെർട്ട് ആയിട്ടുള്ളത് ഇലക്ട്രിക്കൽ വർക്കിലാണ്. അങ്ങനെ അയാളുടെ കഴിവ് എന്താണ്, അയാൾ എക്സ്പീരിയൻസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് ജോലി അയാൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അദ്ദേഹത്തിന് അത് വേഗം ഫിനിഷ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ മേഖലയിൽ അദ്ദേഹം കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൈവരിക്കുകയും ചെയ്യും. ആ ജോബ് വേണ്ട സമയത്ത് ഫിനിഷ് ആവുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ക്ലിയർ ആണോ? ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, നിങ്ങള് ഒന്ന് എഴുതിയെടുത്തോളൂ. Degree of specialization refers to the extent to extend, EXTEND, to which task or roles in an organization are divided into smaller specific components or activities. എഴുതിയോ? ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എഴുതിയോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്, മനസ്സിലാക്കാൻ പറ്റില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് ഇതാക്കുന്നതിന് പകരം കുറച്ച് ഡയറക്റ്റ് ആയിട്ട് വളച്ചൊടിക്കുന്ന കാര്യങ്ങൾ. അപ്പോ സിമ്പിൾ ലാംഗ്വേജിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതായത് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മീഡിയം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം. ചിലപ്പോൾ അത് ഫോൺ വഴിയാകാം, അല്ലെങ്കിൽ വാട്സപ്പ് വഴിയാകാം, അല്ലെങ്കിൽ എന്താ പറയാ ടെലിഫോണിലൂടെ ആകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം. അപ്പൊ പല കമ്മ്യൂണിക്കേഷൻ ചാനൽസും ഉണ്ട്.
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ ഡ്യൂട്ടീസ് ഇടുക. അതായത് ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡ്യൂട്ടീസ് ചേഞ്ച് ആവാറുണ്ട്. തലേ ദിവസം ചിലപ്പോൾ ഒരു എംപ്ലോയി അറിയാണ് പിറ്റേ ദിവസം തങ്ങൾക്ക് വാർഡിലല്ല ഡ്യൂട്ടി ഉള്ളത്, ICUലാണ് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പരസ്പരം അറിയിക്കണമല്ലോ. ജോലി ചെയ്യണമെങ്കിൽ ഇവർക്ക് എവിടെയാണ് ഇവരെ ഡ്യൂട്ടീസ് അസ്യൂം ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവർ അറിഞ്ഞിരിക്കണം. അപ്പോ നമുക്കറിയാം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വഴിയാണ് ഈ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഒക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കറിയാമോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും കുറെ ആളുകള്. അപ്പൊ എത്ര പേർക്ക് എവിടെ ജോലിയുണ്ട്, ഷിഫ്റ്റ് ചേഞ്ച് എത്രയാണ്, ലീവ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സെക്കൻഡിലും. അതുപോലെ തന്നെ പല രോഗികളും വരുന്നുണ്ട്, ആക്സിഡന്റ് പറ്റിയൊക്കെ രോഗികളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണ്, ഇപ്പൊ ഒരു പുതിയ രോഗി വരികയാണ്, അദ്ദേഹം ഭയങ്കരമായിട്ട് ബ്ലഡ് ഇഞ്ചുറി ആയിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്, ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോ പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. എംപ്ലോയീസിനിടയിലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മള് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ എന്ന് പറയുന്നത്. ഇതിലൂടെ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും റെഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പല മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ helps prevent misunderstandings enhance productivity. Proper communication channel helps prevent misunderstanding, enhance productivity. എഴുതിയോ? അടുത്ത് നമുക്ക് നോക്കാം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. The most valuable asset of an organization is human resource and not the money or physical equipment. Human resource or manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. Through planning, a management strives to have the right number and the right kinds of people at the right place at the right time to do things which result in both the organization and the individual receiving the maximum long range benefit. Okay. അതായത് നമ്മൾ ഏതൊരു സ്ഥാപനത്തെ എടുത്തു നോക്കിയാലും ഏറ്റവും മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മനുഷ്യര് തന്നെയാണ് അല്ലെ. ഒരു പണത്തിനോ അല്ലെങ്കിൽ മറ്റേതൊരു ഉപകരണത്തിനോ പകരം വെക്കാവുന്ന ഒന്നല്ല മനുഷ്യശക്തി എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യനെ പകരം വെക്കാൻ മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറൊന്നും തന്നെ ലോകത്തില്ല. അത് പണത്തിന് സാധിക്കില്ല അല്ലെ, അവന്റെ കഴിവുകൾ ചെയ്യാൻ. അതുപോലെ വേറൊരു ഉപകരണത്തിനും ഒന്നും സാധിക്കില്ല. അത് പ്രൂവ്ഡ് ആണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പൊ നമുക്കിവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വലുത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. എന്താണ് ആ പ്രോസസ്സ് എന്ന് അണ്ടർലൈൻ ചെയ്തു പോവാ കേട്ടോ. The process with which a management determines how an organization should move from its current manpower position to its desired manpower position. അതായത് ഒരു ഓർഗനൈസേഷൻ അതിലെ നിലവിലെ മനുഷ്യശക്തി സ്ഥാനത്ത് നിന്ന് അതിന്റെ ആവശ്യമുള്ള മനുഷ്യശക്തി സ്ഥാനത്തേക്ക് എങ്ങനെ മാറണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം.
ഈ 100 ആളുകൾ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, അതായത് പ്രസന്റ് റേഷ്യോ. ഓക്കെ, 100 ആളുകൾ. ആ 100 ആളുകളിൽ നിന്നിട്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടുതൽ ആളുകളെ അവിടെ ആഡ് ചെയ്തിട്ടുവരാം. ഓക്കെ, ഇപ്പൊ ഒരു 100 ആളുകളെ കൂടി ചിലപ്പോൾ എടുക്കാം. അപ്പൊ ടോട്ടൽ എത്ര? 200 ആളുകളായി. അപ്പൊ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് 100 ആളുകളിൽ നിന്ന് 200 ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്ഥാപനം വളരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിലവിലെ മനുഷ്യശക്തി സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമുള്ള ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി പറയാം, ഒന്നും കൂടി മലയാളത്തിൽ തന്നെ പറയാം, മനസ്സിലാവും. അപ്പോ ഒരു ഓർഗനൈസേഷൻ എഴുതണോ? ഓക്കെ, ഒരു ഓർഗനൈസേഷൻ എഴുതിക്കൊള്ളു. ഒരു ഓർഗനൈസേഷൻ അതിലെ നിലവിലെ മനുഷ്യശക്തി സ്ഥാനത്ത് നിന്ന് അതിന്റെ ആവശ്യമുള്ള മനുഷ്യശക്തി സ്ഥാനത്തേക്ക് എങ്ങനെ മാറണമെന്ന് നിർണയിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 ആളുകളുടെ വർക്കിംഗ് ഫോഴ്സ് ആണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതെങ്കിൽ അതിന് ചിലപ്പോ ഒരു 100 ആളുകളെയും കൂടി ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? 100 ആളുകളെയും കൂടി റിക്രൂട്ട് ചെയ്യും, അല്ലെ? ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? നിലവിലുള്ളതിൽ നിന്ന് ആവശ്യമുള്ളവ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതായത് ഈ പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, അല്ലെ? ഓക്കെ, നിങ്ങൾ ത്രൂ പ്ലാനിങ് എ മാനേജ്മെന്റ് സ്ട്രൈവ്സ് ടു ഹാവ് ദ റൈറ്റ് നമ്പർ ആൻഡ് ദ റൈറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ at the right place at the right time to do things which result in both the organization and the individual receiving the maximum long range benefit. അതായത് ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ ശരിയായ എണ്ണം ആളുകളെ, അതുപോലെ തന്നെ ശരിയായ ആളുകളെ, അതായത് ആവശ്യത്തിന് എത്ര എണ്ണമാണോ വേണ്ടത് അതും ശരിയായിട്ടുള്ള ആളുകളെ ശരിയായിട്ടുള്ള പൊസിഷനിൽ ശരിയായിട്ടുള്ള ടൈമില് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിയമിക്കുന്നതിനെയാണ് എന്ത് പറയാ? ഒരു പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കണം, ശരിയായ എണ്ണമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അവർക്ക് ശരിയായിട്ടുള്ളൊരു ടൈമില്, റൈറ്റ് ടൈമിലും കൂടി എന്ത് ചെയ്യണം? ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ എയിം എഫക്റ്റീവായി അച്ചീവ് ചെയ്യുന്നതിന് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകൾ ഉണ്ടാകാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷൻ ഒരു എയിം ഉണ്ടാവും. ആ എയിം ഫുൾഫിൽ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ശരിയായ ആളുകളെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂച്ചർ നീഡ്സ് നിറവേറ്റാൻ സംഘടനയ്ക്ക് ശരിയായ ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു. ആളുകളെ നമ്മൾ എടുക്കുമല്ലോ. ഇപ്പൊ 100 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ 10-200 പേരെ, ഒരു 500 പേരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്? അവരുടെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ നികത്താൻ വേണ്ടി മാത്രമല്ല, ഫ്യൂച്ചറിലേക്ക് ആ ഒരു ജീവനക്കാരെ കൊണ്ട് ഇവർക്ക് ആവശ്യം ഉണ്ടാവും. ആ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് എംപ്ലോയീസ് ഉണ്ടെന്ന് അവിടെ ഉറപ്പാക്കുന്നത്. ഓക്കെ, സ്ഥാപനത്തിനും അതിന്റെ ജീവനക്കാർക്കും പരമാവധി ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്, അല്ലെ? അതായത് ഇങ്ങനെ ധാരാളം ആളുകളെ ഹയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ ആ എംപ്ലോയീസിന് കിട്ടുന്നു. ഓക്കെ, അതും അവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. മനസ്സിലായല്ലോ?
ഞാനൊന്ന് വായിക്കാം. ഇതിനകത്തുള്ളത് പോലെ തന്നെയാണ്, ആവശ്യമെങ്കിൽ മാത്രം എഴുതിയെടുത്താൽ മതി. ഞാൻ ഒരു വർഷം വായിക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. Human resource planning is the process by which management determines how an organization should move from its current manpower position to its desired manpower position. ആവശ്യമുണ്ടോ? ഇതിനകത്തുള്ള കാര്യം തന്നെയാണ് കേട്ടോ. വേണ്ടല്ലോ. ഓക്കെ. അടുത്തത് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഇതൊരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിം. ആദ്യം തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗോൾ ഡിസൈഡ് ചെയ്യുക. The main purpose is one of the matching or fitting employee abilities to enterprise requirements, emphasizing on future instead of present arrangements. അതായത് ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നിലവിലെ ആവശ്യങ്ങളെക്കാൾ ഭാവി ആവശ്യങ്ങൾക്കാണ് ഇവര് ശ്രദ്ധ കൊടുക്കുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷന്റെ എയിംസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ കഴിവുകൾ കണ്ടെത്തുന്നു, അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ അതിൽ തന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പോഴത്തെ ആവശ്യത്തെക്കാളും കൂടുതലും ഫ്യൂച്ചറിലുള്ള നീഡ്സിനാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. രണ്ട് പോയിന്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ വേഗം. ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് എന്ന് കൊടുത്തിട്ട് എഴുതാം. First one, aligns, ALIGNS, aligns employee capabilities with organizational requirements. Aligns employees' capabilities with the organizational requirements. Then രണ്ടാമത്തെ point, focuses on future needs rather than current demands. കുറച്ചും കൂടി സിമ്പിൾ ആണ് അതിനകത്ത് പറഞ്ഞതിനേക്കാളും. rather than current demands. Focuses on future needs rather than current demands. Okay. എന്താണെന്ന് മനസ്സിലായല്ലോ? ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ് ആ രണ്ട് പോയിന്റുകളാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് നോക്കാം നമുക്ക്. To estimate future organizational structure and manpower needs. The management must evaluate the structure of the organization at a given point in time. For this evaluation, the number and type of employee required must be determined. അതായത് സംഘടനാ ഘടനയും മനുഷ്യശക്തിയും കണക്കാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിന്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് കേട്ടോ. To estimate the future organizational structure and manpower needs, സംഘടനാ ഘടനയും മനുഷ്യശക്തിയും മനസ്സിലാക്കുക അല്ലെങ്കിൽ കണക്കാക്കുക. ഒരു പ്രത്യേക സമയത്ത് സ്ഥാപനത്തിന്റെ ഘടന വിലയിരുത്തുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാവും, ആ സമയത്താണ് എന്ത് ചെയ്യുക, അതിന്റെ സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവനക്കാരുടെ എണ്ണവും തരവും നിർണ്ണയിക്കുന്നു. അതായത് ഫ്യൂച്ചർ നീഡ്സിലേക്ക് എത്ര ജീവനക്കാരെയാണ് വേണ്ടത്, അവര് എത്ര ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ് വരിക? ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻപവർ നീഡ്സിലാണ് വരുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? ഒരു പ്രത്യേക സമയത്ത് സ്ഥാപനത്തിന്റെ ഘടന വിലയിരുത്തപ്പെടുന്നു.
രണ്ടാമത്തെ പോയിന്റ് ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവനക്കാരുടെ എണ്ണവും തരവും നിർണ്ണയിക്കും. അതൊന്ന് എഴുതിയെടുത്തോളൂ. വേണോ? നോട്ട് വേണോ? പറഞ്ഞല്ലോ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞായിരുന്നോ? ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവാലുവേറ്റ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അറ്റ് എ സ്പെസിഫിക് ടൈം. Evaluates the organization's structure at a specific time. അടുത്ത പോയിന്റ് എഴുതാം. determines the number and type of employees required for future operations. Okay, then അടുത്ത നോക്കാം. To audit human resources. Once the future human resources needs are estimated, the next step is to decide the present supply of manpower resources. This is done through what is called skills inventory. A skills inventory consists of data about each employee's skills, abilities, work preferences, and other items of information indicating his overall value to the company. Okay, എന്താണ് നോക്കാം അത് പറയുന്നത് കേട്ടോ. To audit human resource എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ നിലവിലെ വിതരണം വിലയിരുത്തുക. അതായത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എത്ര ആളുകളെ വേണം എന്ന് കൗണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിയോടുള്ള മൊത്തത്തിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് എത്ര ആളുകളുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, എന്തൊക്കെ ജോലികളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ പ്രിഫറൻസ് ആണ്, അവരുടെ സ്കില്ലുകൾ എന്താണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഡിറ്റ് പഠിച്ചതാണ് അല്ലെ. ഇപ്പൊ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഇവാലുവേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. അതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. Evaluate the present supply of manpower resources. Evaluate the present supply of manpower resources. Which includes details such as skills, abilities, and preferences of employees to evaluate their overall value to the company. Okay, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എഴുതിയെടുത്തില്ലേ? നാലാമത്തെ പോയിന്റ്, ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതായത് ജോബ് റിക്വയർമെന്റ്സുകൾ, ജോബ് ഡിസ്ക്രിപ്ഷൻസുകൾ ഒക്കെ പ്ലാൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്റ്റർ ടേക്കൺ എ ഡിസിഷൻ ഓൺ ഹൗ മെനി പേഴ്സൺസ് വുഡ് ബി നീഡഡ്, it is necessary to prepare a job analysis recording details of training, skills, qualification, abilities,
experience and responsibilities, etc., which are needed for a job. Job analysis includes the preparation of job description and the job specifications. Okay. ഇന്നത്തെ പറയുന്നത് എത്ര പേരെ വേണമെന്ന് തീരുമാനമെടുത്ത ശേഷം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മൾ ആദ്യം നമ്മൾ തീരുമാനിക്കുക ഒരു ജോലിക്കായിട്ട് ആളുകൾ എടുക്കുമ്പോൾ ഇന്നത്തെ ഇത്ര വേക്കൻസികൾ ഉണ്ടാവും അല്ലെ, ഇത്ര പേരെ വേണമെന്നായിരിക്കും നമ്മൾ ആദ്യം പറയാം. അതിന് തീരുമാനമെടുത്തതിന് ശേഷം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് വരുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും ഇതിനകത്ത് പലതിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷനില് ട്രെയിനിങ്, അതുപോലെ തന്നെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകള്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ജോലിക്ക് ആവശ്യമായിട്ടുള്ള എബിലിറ്റീസ്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റീസ്, ഈ കാര്യങ്ങളുടെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, ഇന്റർവ്യൂവിന് പോയി, നിങ്ങൾ സെലക്ട് ആയി, നിങ്ങൾ തെരഞ്ഞെടുത്തു. ഇതിനു മുമ്പായിട്ട് ഇത് പ്ലാൻ ചെയ്യും അല്ലെ, എത്ര പേരെ വേണമെന്ന് പ്ലാൻ ചെയ്യും. മാത്രമല്ല ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ എന്തൊക്കെ എബിലിറ്റീസ്, സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? എളുപ്പമാണല്ലോ. അണ്ടർലൈൻ ചെയ്യാട്ടോ. അത് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. ഓക്കെ, ഇനി അടുത്തത് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈൻഡ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ദ റെലവന്റ് ഇൻഫോർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ ജോബ്, ഇൻക്ലൂഡിംഗ് ദ ടാസ്ക് ഇൻവോൾവ്ഡ്, the knowledge and skills needed to perform the job, the responsibilities attached to the job, and the abilities required to perform the job successfully. Job analysis ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ് ആണ്. ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ. എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഒരു ജോബ്, അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, ഏത് ജോലിയാണ്, അതിന്റെ വിവരങ്ങള്, എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ ടാസ്കുകളാണ് ആ ജോലിയിലുള്ളത്, അതുപോലെ തന്നെ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നോളജ് വേണം, എന്തൊക്കെ സ്കില്ലാണ് ആ ജോലിക്ക് വേണ്ടി വേണ്ടത്, അതുപോലെ തന്നെ ആ ജോലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എബിലിറ്റീസ് എന്താണ്, അതുപോലെ ആ ജോലി സക്സസ്ഫുൾ ആവാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ജോബ് അനാലിസിസിൽ ഉണ്ടാവുക കേട്ടോ. ഒന്നുകൂടി പറയാം. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ജോലി എന്താണ്, ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, എക്സാമ്പിൾ അതിനകത്തുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ്, നോളജും സ്കില്ലും എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എബിലിറ്റീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് അനാലിസിസിൽ വരുന്നത്. ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ജോബ് റിക്വയർമെന്റ്സ് ആർ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ എ സർട്ടൈൻ പൊസിഷൻ. അതായത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനെയും സ്കില്ലുകളെയുമാണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ജോലി, നിങ്ങൾക്കിപ്പോ ഒരു ജോലി വേണം, നിങ്ങൾക്കിപ്പോ ഹോസ്പിറ്റലിൽ ഒരു ഐസിയു വാർഡ് സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് ജോലി വേണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആ പൊസിഷനിലേക്ക് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം, സ്കിൽസും ഉണ്ടാവണം. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ജോലിക്ക് യോഗ്യരാകുക. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയാം. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും സ്കിൽസും ആവശ്യമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ജോബ് റിക്വയർമെന്റ്സ്. The next one, job description. A job description or JD is a written account that narrates the general task or other related duties and responsibilities of a position. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ഫോം ആണ് JD. ഇതൊരു റിട്ടൺ അക്കൗണ്ട് ആണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്? അതായത് ജോലിക്കുള്ള ജനറൽ ടാസ്കുകൾ എന്തൊക്കെയാണ്, ജോലികള്, അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ പൊസിഷന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫിഫ്ത് വൺ, ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ വികസിപ്പിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം.
This step refers to the development and implementation of the human resource plan, which consists of finding out the sources of labor supply in order to make an effective use of these sources. The first thing, therefore, is to decide on the policy. Should be personnel be hired from within through promotional channels, or should be obtained from an outside source. The best policy followed by most organizations to fulfill a higher vacancy by promotion and lower level positions by recruitment from the labor market. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അതായത് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ആളുകളെ ഹയർ ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആവശ്യത്തിന് ആളുകൾ ഉണ്ടാകാം, ചില സമയത്ത് ആളുകളുടെ പോരായ്മ അവൈലബിലിറ്റി ഇല്ലാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ആളുകൾ എന്ത് ചെയ്യും? ഹയർ ചെയ്യും അല്ലെ. അങ്ങനെ ഹയർ ചെയ്യുമ്പോൾ പല പല സോഴ്സസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഹയർ ചെയ്യുക അല്ലെ. അതായത് ചിലപ്പോൾ ക്യാമ്പസ് ഇന്റർവ്യൂ നടത്താം, അല്ലെങ്കിൽ ജോബ് ഫെയർ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആളുകളെ കൊണ്ടുവരുന്നു. ലേബർ മാർക്കറ്റിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കും. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഈ മാൻ പവർ പ്ലാൻ കമ്പോണന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, മാൻ പവർ പ്ലാൻ കമ്പോണന്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. The manpower plan can be broken down into 3 components. Manpower plan എന്ന് പറയുന്നത് ഒരു 3 components ആയിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നിലവിലുള്ളതും ഭാവിയിലേക്ക് ആവശ്യമുള്ളതുമായ റിസോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഇപ്പോ കറന്റ്ലി എത്ര ടൈപ്പ് ജീവനക്കാർ അവിടെ ഉണ്ടാവും, അവൈലബിൾ ആയിട്ടുണ്ടാകും. എന്നാൽ ഭാവിയിൽ കുറെ അധികം ജീവനക്കാരുടെ ആവശ്യം വരാം. അപ്പൊ അതിനെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു 10 മിഠായി ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നമ്മൾക്ക് ഒരു 10 മിഠായി കൂടി എന്ത് ചെയ്യണം? ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്? ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. റിക്രൂട്ട്മെന്റ് പ്ലാൻ to meet the gap between the internal resources and estimated need by external recruitment. നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ആളുകൾ അവൈലബിൾ അല്ലെങ്കിൽ ആ ഗ്യാപ്പ് നിരത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യും. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യത്തിന് ആളുകൾ അവൈലബിൾ അല്ലെങ്കിലാണ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇന്റേണൽ എക്സ്റ്റേണൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് നടത്തും. എക്സ്റ്റേണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാമ്പസ് ഇന്റർവ്യൂ ആവാം, ജോബ് ഫെയർ ആവാം, സോഷ്യൽ മീഡിയ ആവാം. ഇതുവഴി ആളുകളെ അട്രാക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യും. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് training and development plan. To utilize fully the human resources of the organization and to develop the potential resources. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാം, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കുക. ദാറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ഒരു സ്ഥാപനത്തില് ആവശ്യത്തിന് ആളുകൾ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാം? അവരെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അവരുടെ അതായത് അങ്ങനെയാണല്ലോ, ഓരോ സ്ഥാപനങ്ങളും നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന ആളുകൾക്കാണല്ലോ ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ റിവാർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ആളുകളെ ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ?
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇത്രയും വരെ എടുത്തതൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഓഫ് ആണോ ചെയ്തത്? ഓ സോറി. ഓക്കെ, ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് പഠിച്ചു വെക്കുക. പേഴ്സണൽ പോളിസീസിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്താണ്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണ്? പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്താണ് റിഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനില് ജോബ് അനാലിസിസ് വരും കേട്ടോ. 4ാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ജോബ് അനാലിസിസ് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? എന്നെല്ലാവർക്കും എടുത്തിട്ട് മനസ്സിലായോ? ആ, ഓക്കെ. കുറച്ച് ടഫാണ്, അതാണ് എടുത്തെടുത്ത് ചോദിക്കുന്നത് കേട്ടോ. മാത്രമല്ല കുറെ അധികം പേജുകളും ഉണ്ട്. ഇതൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Thank you, ma'am.